ഇനി പറയുന്നത് കോപ്പിയിങ് മാനുസ്ക്രിപ്റ്റ് അല്ലേ. ഈ മാനുസ്ക്രിപ്റ്റ് നമ്മുടെ കൈപ്പടയിൽ എഴുതിയ സാധനം കോപ്പി ചെയ്യുക, അത് വ്യത്യസ്ത പിന്നെയും പിന്നെ എന്താക്കുക, കോപ്പി ചെയ്യുക, അത് മാറ്റി എഴുതുക, പകർപ്പ് എഴുതുക എന്നൊക്കെ അർത്ഥം. സിൻസ് പ്രിൻറ്റിങ് പ്രസ് വാസ് നോട്ട് അവൈലബിൾ. പ്രിൻറ്റിംഗ് പ്രസ്, നമ്മൾ ഇന്ന് കാണപ്പെടുന്ന പ്രിൻറ്റിംഗ് പ്രസ് അവൈലബിൾ അല്ലാത്ത കാലത്ത്, ഇൻ ദ ആൻഷ്യൻ്റ് ടൈംസ്, ആൻഷ്യൻ്റ് കാലത്ത് എന്തായിരുന്നില്ല, ഇതൊന്നും അവൈലബിൾ, പ്രിൻറ്റിംഗ് പ്രസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അന്ന് മുതലൊക്കെ സ്ക്രൈബ്സ്, ഈ ലിഖിതങ്ങൾ, സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഈ ലിഖിതങ്ങൾ, ഈ ലേഖനങ്ങളൊക്കെ കോപ്പീഡ് മാനുസ്ക്രിപ്റ്റ് എന്താക്കി, ഒരു എഴുത്തുകളായിട്ട്, മാനുസ്ക്രിപ്റ്റുകളായിട്ട് കോപ്പി ചെയ്യപ്പെട്ടു. ബൈ ഹാൻഡ്, എന്തിനാൽ, കൈയാൽ, അതായത് കൈപ്പടയാൽ അത് വെവ്വേറെ കോപ്പികളാക്കി എഴുതി വെച്ചു എന്നർത്ഥം. ദിസ് വാസ് ചാലഞ്ചിങ് ടാസ്ക് ബിക്കോസ് ദർ ആർ ഇൻസ്റ്റൻസസ് വേർ ദ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് വെരി ക്ലിയർ ആൻഡ് ലെജിബിൾ. എന്താണ് പറഞ്ഞത്? ദിസ് വാസ് ചാലഞ്ച്, ഇതൊരു വലിയൊരു ടാസ്ക്, ചാലഞ്ചിങ് ടാസ്ക്, അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അതായത് വളരെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ, അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. ബിക്കോസ് എന്താണ് കാരണം, ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദർ ആർ ഇൻസ്റ്റൻസസ് വേർ ദ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ക്ലിയർ. ദർ ആർ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ അവിടെ ചില ഉദാഹരണങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ ദർ ആർ ഇൻസ്റ്റൻസസ്, അവിടെ ഇവിടെയുള്ള ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ വേർ ദ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ക്ലിയർ. ഒരു ഉദാഹരണത്തിന് പറയുമ്പോൾ ഇതുണ്ടാവില്ല, ദ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ക്ലിയർ, നോട്ട് വെരി ക്ലിയർ. ആ ഹാൻഡ് റൈറ്റിംഗ്, ഇതിൽ എഴുതി വെച്ച കൈപ്പിടയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ തൊലികളും അതേപോലെ മരങ്ങളിലൊക്കെ എഴുതി വെച്ച, ഈ ചുമരുമലൊക്കെ എഴുതി വെച്ചതുണ്ടാവില്ല, അത്ര ക്ലിയർ ആയിരിക്കില്ല. ആൻഡ് ലെജിബിൾ, എന്തായിരിക്കില്ല, ലെജിബിൾ എന്ന് പറഞ്ഞാലും എന്താ പറയുക, സിമ്പിൾ ആയിരിക്കില്ല എന്നർത്ഥം. ഒരു ക്ലിയർ, വ്യക്തമല്ല എന്നല്ല, ലെജിബിൾ എന്ന് പറഞ്ഞാൽ വ്യക്തം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. അതായത് വ്യക്തവും ക്ലിയറും രണ്ടും ഒരേ അർത്ഥത്തിനാണ്. എന്തായാലും ഇത് വളരെ ടാസ്ക് ആയിരുന്നു. ഈ ഒരു സാധനം കോപ്പി ചെയ്യുന്നത്, ഈ ചുമരുമേലും വാൾമേലും അതേപോലെ തന്നെ ഈ തൊലികളിലൊക്കെ എഴുതിയത് പേപ്പറിലേക്ക് കോപ്പി ചെയ്യുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ ടാസ്ക്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ, അതത്ര ക്ലിയർ ഉണ്ടാവില്ല, വ്യക്തമല്ല എന്നർത്ഥം. ഹെൻസ് വൈൽ കോപ്പിംഗ് ദർ ഫോഴ്സ് ടു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ശേഷം ഇങ്ങനെ പറയുന്നത്. ഹെൻസ്, അതുകൊണ്ട് തന്നെ വൈൽ കോപ്പിയിങ്, ഇതിങ്ങനെ കോപ്പി ചെയ്യുന്ന സമയത്ത്, അതായത് മാറ്റി എഴുതുന്ന സമയത്ത്, ദേവർ ഫോഴ്സ്ഡ് ടു ഗസ്, അവർ അനുമാനിക്കാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടു, അതായത് അവർക്ക് അനുമാനിക്കേണ്ടി വന്നു. വാട്ട് വാസ് റിട്ടൺ, എന്താണ് അതിൽ എഴുതിയത്, ആ തൊലിക്ക് പുറത്ത് അല്ലെങ്കിൽ ആ ഗുഹയുടെ വാൾമൽ എന്താണ് എഴുതിയത് എന്ന് അവർക്ക് വ്യക്തമാവാത്ത സമയത്ത് അതൊന്നും അവർക്ക് അനുമാനിക്കേണ്ടി വന്നു, ഗസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവരുടെ അനുമാനങ്ങൾക്കനുസരിച്ച് ആ പേപ്പറിലേക്ക് കോപ്പി ചെയ്യാണ്. കോൺസിക്വൻ്റ്ലി, ഇതിൻ്റെ അനന്തരഫലമായിട്ട് ദർ ആർ സ്മോൾ, അവിടെ ചെറിയ, അതെങ്കിൽ ബട്ട് സിഗ്നിഫിക്കൻറ്റ്, ചെറുതാണ് പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആണ്. സിഗ്നിഫിക്കൻ്റ് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമാണ്, വളരെ പ്രബലമായ ചേഞ്ചസ് ഇൻ ദ ഒറിജിനൽ റെക്കോർഡ് ആൻഡ് ദ കോപ്പീഡ് റെക്കോർഡ്. ആ ഒറിജിനൽ റെക്കോർഡിലും അതേപോലെ തന്നെ കോപ്പി ചെയ്ത, ആ പകർത്തി എഴുതിയ ആ റെക്കോർഡിലും വളരെ ചെറിയ എന്നാൽ വളരെ ശ്രേഷ്ഠവുമായ, വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ അവിടെ നമുക്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, അതെന്തായിരിക്കില്ല, ഈ മരത്തുമലായാലും അതേപോലെ തന്നെ ഗുഹയുടെ വാൾമലാളും എഴുതി വെക്കുന്നത് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് മാഞ്ഞു പോകും, അത് ക്ലിയർ ആവില്ല. അപ്പോൾ അത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ എഴുതി വെക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, അത് ഏത് നമ്പർ, അതിപ്പോൾ നമ്പർ ഇപ്പോൾ 6, 9 ഒക്കെ എഴുതുമ്പോൾ അത് 9 ആണോ 6 ആണോ എന്നുള്ളൊരു വ്യത്യാസം തോന്നിക്കല്ലോ. അപ്പോൾ ആ ഒരു മാറ്റമാണ് ഇവിടെ പറഞ്ഞത്. ചെറിയൊരു ചേഞ്ചാണ്, പക്ഷെ എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റവുമാണ് ഇവിടെ ഒറിജിനൽ റെക്കോർഡും അതേപോലെ തന്നെ കോപ്പീഡ് റെക്കോർഡും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഓവർ മെനി റൗണ്ട്സ് ഓഫ് കോപ്പിങ് ദീസ് സ്മോൾ ഡിഫറൻസ്, മൊത്തത്തിൽ ഈ കോപ്പിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ ദീസ് സ്മോൾ ഡിഫറൻസസ്, ഈ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഗോട്ട് അക്യുമുലേറ്റഡ് ആൻഡ് ബിക്കേം ബിഗ് ഇനഫ് ടു ബ്രിങ് അബൌട്ട് എ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ഇൻ ടെക്സ്റ്റ്. ദീസ് സ്മോൾ ഡിഫറൻസ്, ഈ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഗോട്ട് അക്യുമുലേറ്റഡ്, എന്താക്കപ്പെട്ടു, അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ
ശേഖരിക്കപ്പെട്ടു എന്നാണ്, ശേഖരിച്ചു എന്നാണ്. അക്യുമുലേറ്റ് എന്ന് അർത്ഥം, അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസുകൾ ശേഖരിക്കപ്പെട്ടു ആൻഡ് ബിക്കെയിം ബിഗ് ഇനഫ് ബ്രിങ്, ഒരു വലിയൊരു മാറ്റം ഉണ്ടായി. എബൌട്ട് എന്തിനെ കുറിച്ച്? എബൌട്ട് സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ഇൻ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിൽ ഈ ഒരു വ്യത്യാസം എന്തായി? വ്യത്യാസം കാണപ്പെട്ടു എന്നർത്ഥം. ഈ ഒരു ഒറിജിനൽ റെക്കോർഡും കോപ്പി റെക്കോർഡും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാവുണ്ടോ? നമ്മൾ ഒറിജിനൽ റെക്കോർഡിലും കോപ്പി റെക്കോർഡിലും ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും വലിയ മാറ്റങ്ങളാണ്. അത് റെക്കോർഡ് ഒരു കൊല്ലത്തിൻ്റെതാണ് അല്ലെങ്കിൽ കണക്കിൻ്റെതാണെങ്കിലും അത് വലിയ ഒരു മാറ്റം തന്നെയാണ്. പക്ഷേ ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് പോലും എന്തായി, അത് ശേഖരിച്ചിട്ട് അത് വലിയൊരു മാറ്റത്തിലേക്ക്, ടെക്സ്റ്റുകൾ തമ്മിൽ ഓരോ കാലഘട്ടത്തിൽ ടെക്സ്റ്റുകൾ തമ്മിൽ ഡിഫറൻറ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞതാണ്. ഈ ടെക്സ്റ്റിൽ വ്യത്യസ്ത കാലങ്ങളിൽ ടെക്സ്റ്റിൽ പല മാറ്റങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ദിസ് ഈസ് എ സീരിയസ് മാറ്റർ. ഇതൊരു വളരെ സീരിയസ് മാറ്റർ, വളരെ പ്രധാനമായിട്ടുള്ള ഗൗരവതരമായ ഒരു വിഷയമാണ്. കാരണം എന്താണ്? വി റയർലി ഫൈൻഡ് ദ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഓഫ് ഓതർ ടുഡേ. ഇന്നെന്താണ്? വി റയർലി ഫൈൻഡ്, നമുക്ക് വളരെ വിരളമായിട്ടാണ്, അതായത് വളരെ അപൂർവമായിട്ടാണ് കണ്ടെത്താൻ സാധിക്കുന്നത് ദ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്. അതായത് ഒറിജിനൽ രേഖകൾ നമുക്ക് ഇന്ന് ലഭ്യത വളരെ കുറവാണ്. ഓഫ് ദ ഓതർ ടുഡേ, ആ എഴുതി വെച്ച ആൾ എഴുതി വെച്ചതിൻ്റെ കറക്റ്റ് സാധനം, ആ ഒറിജിനൽ റെക്കോർഡ് ഇന്ന് എന്താണ്? വളരെ കുറവാണ്. പക്ഷെ അത് കോപ്പി ചെയ്ത സംഗതികളാണ് ഇന്ന് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ് എന്നാണ്. ദിസ് ഈസ് എ സീരിയസ് മാറ്റർ എന്നുള്ളതാണ് പറഞ്ഞത്. വി ആർ ദെയർ ഫോർ ഡിപ്പെൻഡ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡിപ്പെൻഡ് ആശ്രയിക്കുന്നത് ഓൺ ദ കോപ്പീസ് മെയ്ഡ് ബൈ ലേറ്റസ്റ്റ് സ്ക്രൈബ്സ്. പിന്നീട് ശേഷം ലേറ്റസ്റ്റ് സ്ക്രൈബ്സ്, പിന്നീടുള്ള ലിഖിതങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അതായത് കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ രണ്ട് കാലഘട്ടത്തിലുള്ള ടെക്സ്റ്റുകൾ തമ്മിൽ ഇങ്ങനെ മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നർത്ഥമാണ്. ഹെൻസ് ഹിസ്റ്റോറിയൻസ് ഹാവ് ടു റീഡ് മെനി കോപ്പീസ് ഓഫ് മാനുസ്ക്രിപ്റ്റ്. ഹെൻസ് അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർക്ക് ഹാവ് ടു റീഡ്, അവർക്ക് വായിക്കേണ്ടതായിട്ടുണ്ട് മെനി കോപ്പീസ് ഓഫ് മാനുസ്ക്രിപ്റ്റ്. ഈ ലിഖിതങ്ങളുടെ, ഈ എഴുതി വെക്കപ്പെട്ട ഒരുപാട് കോപ്പികൾ, ടെക്സ്റ്റുകൾ അവർക്ക് വായിക്കേണ്ടിയിരിക്കും. കാരണം ഒരു കാലത്ത് എഴുതിയത് മറ്റൊരു കാലത്ത് എഴുതിയതുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അത് ആ എഴുതി വെച്ച ഹിസ്റ്റോറിയന്മാരുടെ അനുമാനങ്ങൾക്കനുസരിച്ചാണ് എഴുതുക നമ്മൾ പറഞ്ഞു. അത് ആ എഴുത്ത് ക്ലിയർ ആവില്ല. അതുകൊണ്ട് തന്നെ അവർ അനുമാനിച്ചു കൊണ്ടാണ് ആ സാധനം എഴുതുക. പിന്നെ അടുത്ത് വരുന്ന ഒരു ഗ്രന്ഥകാരൻ അത് ചിലപ്പം അയാൾക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടാകും. അയാളുടെ അനുമാനത്തിൽ അത് തെറ്റായി തോന്നിയിട്ട് അയാളുടെ ശൈലിയിലേക്ക് അത് എഴുതും. അപ്പോൾ ഈ ഹിസ്റ്റോറിയന്മാരെ സംബന്ധിച്ച് ഈ രണ്ട് ഗ്രന്ഥകാരന്മാരുടെയും സാധനങ്ങളൊക്കെ, ഈ രചനകളൊക്കെ ഈ ഹിസ്റ്റോറിയന്മാർക്ക് വായിക്കേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? ഏതാണ് സത്യം എന്ന്, അല്ലെങ്കിൽ അവർക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്തണമെങ്കിൽ രണ്ടെണ്ണം വായിച്ചാലേ, ഈ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചാലേ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം അവർക്ക് വായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പം പറഞ്ഞത്. അതായത് ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് മാനുസ്ക്രിപ്റ്റ്, ഈ രചനകളുടെ ഡിഫറെൻറ്റ് വേർഷൻ, പല തലങ്ങൾ. ബിഫോർ കൺക്ലൂഡിങ് വാട്ട് വാസ് ഒറിജിനലി റിട്ടൺ, എന്താണ് ഒറിജിനലി റിട്ടൺ എന്ന് അപ്പോൾ ഏതാണ് ഒറിജിനൽ റിട്ടൺ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ രണ്ട് കാര്യങ്ങളെയും, രണ്ട് ചരിത്രകാരന്മാരുടെയും അല്ലെങ്കിൽ എഴുത്തുകാരുടെയും ഗ്രന്ഥങ്ങൾ അവർക്ക് വായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി റിവിഷൻ ഓഫ് ക്രോണിക്കിൾസ് എന്നുള്ള സംഗതിയാണ് പറയുന്നത്. ഇനി പറയുന്നത് റിവിഷൻ ഓഫ് ക്രോണിക്കിൾസ് എന്നാണ്. ഈ സാഹിത്യങ്ങളെ റിവിഷൻ ചെയ്യുക, അതായത് ഒന്നുകൂടി മാറ്റി എഴുതുക, പുനരവലോകനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സം ഓതേഴ്സ്, ചില ഓതർമാർ, ചില ഗ്രന്ഥകാരന്മാർ റിവൈസ്ഡ് ദെയർ ക്രോണിക്കിൾസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ചിലപ്പം കൊല്ലം കൂടുന്ന സമയത്ത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവർക്ക് കിട്ടിയ ഡാറ്റ അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ മാറ്റി എഴുതും.
അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ദാറ്റ് 14th സെഞ്ചുറി ക്രോണിക്കിൾ സിയാവുദ്ദീൻ ബറാണി. സിയാവുദ്ദീൻ ബറാണി പറഞ്ഞ സാഹിത്യകാരൻ എന്താക്കി, റോട്ട് ഹിസ് ക്രോണിക്കിൾ, അദ്ദേഹത്തിന് രചന എഴുതി ആദ്യമായിട്ട് ഇൻ 1356 1356 സിയാവുദ്ദീൻ ബറാണി എന്ന ആൾ എന്താക്കി, അയാളുടെ ഒരു സംഭവം എഴുതി, ഒരു ചരിത്രം, ഒരു സാഹിത്യം എഴുതി. ആൻഡ് റോട്ട് അനദർ വേർഷൻ, എന്നിട്ട് അതിൻ്റെ മറ്റൊരു ഭാഗം എഴുതി 2 years later, 2 വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് അതിലുള്ള കാര്യം എന്താ, ബോത്ത് ദ വേർഷൻ ഡിഫർ ഫ്രം ഈച്ച് അതർ. 2 വേർഷനും, 2 സാധനം 1356 എഴുതിയതും 2 വർഷം കഴിഞ്ഞിട്ട് 1358 എഴുതിയതും എന്താണ്, 2 തമ്മിൽ വ്യത്യാസമാണ്. ബോത്ത് വേർഷൻ, ഈ 2 വേർഷനും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു ഫ്രം ഈച്ച് അതർ, പരസ്പരം. ഓക്കെ, അത് ഈ ഇൻഫർമേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലിയർ, അതേപോലെ തന്നെ ഇൻഫർമേഷൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചാണ്. ഓക്കെ, ഹിസ്റ്റോറിയൻസ് വേർ നോട്ട് അവെയർ. ചരിത്രകാരന്മാർ വേർ നോട്ട് അവെയർ, അവർ ശ്രദ്ധിച്ചിരുന്നില്ല, അവർ അറിഞ്ഞിരുന്നില്ല ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ദ ഏർലിയർ വേർഷൻ. ഈ ഒരു ആദ്യ വേർഷൻ 1356 എഴുതിയ വേർഷനെ കുറിച്ച് അവർക്ക് അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല, അവർ അറിഞ്ഞിരുന്നില്ല. ടിൽ ദ 1916, 1960 വരെ, അത് 1960 ഇങ്ങനെ 1356 മറ്റൊരു വേർഷൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രകാരന്മാർ അറിയുന്നത്. ബിക്കോസ് എന്താണ് അതിൻ്റെ കാരണം, ബിക്കോസ് ഇറ്റ് റിമൈൻഡ് ലോസ്റ്റ് ഇൻ ലാർജ് ലൈബ്രറി കളക്ഷൻ. ഇത് ലാർജ് ലൈബ്രറി കളക്ഷൻ, ഈ ഒരു അവരുടെ ഈ ഹിസ്റ്റോറിയന്മാരുടെ, ഈ ക്രോണിക്കേഴ്സിൻ്റെ ലൈബ്രറി കളക്ഷനിൽ നിന്നും അത് നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം, ഈ സിയാവുദ്ദീൻ ബറാണി എന്ന ആൾ, ഈ 1356 എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ, ഫസ്റ്റ് വേർഷൻ എന്തായിരുന്നില്ല, ഹിസ്റ്റോറിയന്മാർക്ക് ലഭ്യമായിരുന്നില്ല. 1358 എഴുതിയതായിരുന്നു ഹിസ്റ്റോറിയന്മാർ എന്താക്കിയിരുന്നത്, അവരുടെ സോഴ്സായിട്ട് കണ്ടെത്തിയിരുന്നത്. പിന്നെയാണ് 1960 1356 സിയാവുദ്ദീൻ ബറാണി എന്ന ആൾ അതിൻ്റെ ആദ്യ വേർഷൻ എഴുതിയിരുന്നു എന്നുള്ളത് ഹിസ്റ്റോറിയന്മാർ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഈ ഹിസ്റ്ററി രചിക്കുന്നത് ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ്, അവർ ഗവേഷണം ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ അവർക്ക് ആദ്യം അന്ന് എഴുതി വെക്കുന്ന ആളുകൾ, അതാത് കാലത്തെ ഹിസ്റ്റോറിയന്മാർ അവർ എഴുതി വെക്കും, അതാത് കാലത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത്. അവർ ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു, ഏർലിയർ പീരീഡിൽ അവരുടെ വാളുമൽ, ഗുഹയുടെ വാളുമൽ, അതേപോലെ തന്നെ മരത്തിൻ്റെ തൊലികളുടെ ഒക്കെയാണ് രചിച്ചു വച്ചിരുന്നത്. ഇന്ന കാലത്താണ് ഇന്ന സാധനങ്ങൾക്കാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ള അവരുടെ ഒരു ചരിത്രം അവർ എഴുതി വച്ചിരുന്നത് എവിടെയാണ്, അവർ ചുമരുമലും ഒക്കെയാണ്. അപ്പോൾ അത് അനുസരിച്ചിട്ട് അത് ഗവേഷണം ചെയ്തിട്ടാണ് ഹിസ്റ്റോറിയന്മാർ, ചരിത്രകാരന്മാർ അവരെക്കുറിച്ച് പഠിക്കുക, ആ കാലഘട്ടത്തെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ചും അവരുപയോഗിച്ച ഡ്രസ്സ്, വസ്ത്രം, വീട് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഹിസ്റ്റോറിയന്മാർ അനുമാനിക്കുക ഈ ഒരു എഴുത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ ആ എഴുത്ത് എന്തായിരിക്കും, ചിലപ്പോൾ ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ അവർ ഗസ് ചെയ്തുകൊണ്ട് ഒരു ഡേറ്റ് അവർ കൊടുക്കും. ഉദാഹരണത്തിന് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് അവർ അനുമാനിച്ച് ഏകദേശം പരമാവധി ക്ലിയർ ആക്കിക്കൊണ്ട് അവർ എഴുതും. പക്ഷെ പിന്നെ അവർ അതിൽ ഗവേഷണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഡേറ്റ് തെറ്റായിരിക്കും. അപ്പോൾ അവർ അടുത്തൊരു വേർഷൻ എഴുതും. ഓക്കെ, അങ്ങനെയാണ് ഈ ഹിസ്റ്ററി തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുള്ളതാണ് നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട്, ഏതെങ്കിലും പോർഷൻ, ഏതെങ്കിലും ഭാഗങ്ങളും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. ഏതെങ്കിലും അർത്ഥങ്ങൾ കിട്ടാത്തതുണ്ട് ചോദിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.